ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കൊറിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കൊരിന്ത്യ സഭയെ അപ്പോസ്തലൻ ആശീർവദിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ. ദൈവമക്കളെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ കർത്താവിൻ്റെ കൃപയാലാണ്. ഓരോ നിമിഷവും ഓരോ ദൈവത്തിനും അറിയാം, ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ജീവിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ കൃപ കൂടെ ഇല്ലെങ്കിൽ നമുക്കാർക്കും സുരക്ഷിതത്വമില്ല. നമുക്കാർക്കും സുഗമമായി ഈ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സാധിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാണ് കൂടെ ഇരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയും: ക്രിസ്തുയേശുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ ആത്മാവിനോടുകൂടെയാണ് ഇരിക്കുന്നത്. നമ്മെ വഴി നടത്തുന്നത് ആത്മാവാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ ഭൂമിയിലെ നിസ്സാരനായ മനുഷ്യൻ, അവൻ ഓരോ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം അവനോട് കൂടെ ഇരുന്നവനെ വഴി നടത്തുന്നു. അത് നമുക്കറിയാം. അത് ദൈവത്തിൻ്റെ കൃപയാണ്. തീമോഥെയോസിനെഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: യേശുക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. യേശുക്രിസ്തു നിൻ്റെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവാണ് അവനെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത്. ഒരു വ്യക്തിയും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്നില്ല. അവൻ വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ടവനാണ്. ക്രിസ്ത്യാനി ക്രൂശ് ധരിക്കുന്നവനാണ്, ക്രൂശ് വരയ്ക്കുന്നവനാണ്, ക്രൂശ് ആദരിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൻ പാപത്തിൽ മരിച്ചവനാണ്. ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി പാപത്തിൽ മരിച്ചവനാണ്. സ്തോത്രം. അവനെ നടത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ ആത്മാവിനോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ. ആ കൃപ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് വീഴ്ചയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പാപം ജീവിതത്തിൽ വരുമ്പോൾ ആത്മാവ് മരിക്കുന്നു, കൃപ നമ്മിൽ നിന്ന് മാറിപ്പോകുന്നു, ആ കൃപയിൽ നിന്ന് വീണ് പോകുന്നു. അതാണ് സത്യം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. മറക്കരുത്, ഇസ്രായേലിന് ദൈവം ന്യായപ്രമാണം കൊടുത്തു മോശയിലൂടെ. എന്നാൽ അവിടെ തന്നെ പറയുന്നുണ്ട്, അതിലൊന്ന് തെറ്റിയാൽ എല്ലാ സകലത്തിനും തെറ്റി. എല്ലാ ന്യായപ്രമാണവും ആചരിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല. അത് വേദോസ്തം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ എന്താണ് മനുഷ്യന് മുഴുവനും ആചരിക്കാൻ കഴിയാത്ത ഈ ന്യായപ്രമാണം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് എന്തിനാണ്? ആ ജനം അറിയണം, എത്ര യാഗം കഴിച്ചാലും പാപത്തിന് പരിഹാരമില്ല. പാപമോചനത്തിനായി യാഗം കഴിക്കുന്നു, അവൻ വീണ്ടും പോകുന്നു, പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെ യാഗം കഴിക്കാനായിട്ട് വരുന്നു. ഈ പ്രക്രിയ എന്നും തുടരുന്നു. എന്നാൽ അവനൊരു സത്യം അറിയേണ്ടതാണ്. അവൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് പരിഹാരമായി അവൻ കൊണ്ടുവരുന്നത് യാഗമൃഗത്തെയാണ്. ആ പാപത്തിൻ്റെ തോതനുസരിച്ച് ഏതെങ്കിലും യാഗമൃഗത്തെ, ഒന്നുകിൽ കാളയെ, അല്ലെങ്കിൽ പശുവിനെ, അല്ലെങ്കിൽ ആടിനെ
അല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ അവൻ കുറുപ്രാവനെയോ പ്രാവൻ കുഞ്ഞിനെയോ കൊല്ലപ്പെടുന്നത് ആ മൃഗമാണ്, ആ മനുഷ്യനല്ല. ആ മൃഗം അതിനെ അറുക്കുന്നു, അതിൻ്റെ രക്തം അവിടെ ഒഴുകുന്നു, ആ മൃഗം കരയുന്നു, പിടയ്ക്കുന്നു, അത് മരിച്ചാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനെ യാഗമർപ്പിക്കുന്നു. എന്നാൽ യാഗമർപ്പിച്ചിട്ട് അവൻ പോന്നാൽ അവൻ പിന്നെയും പാപത്തിലേക്ക് വീഴുന്നു. പാപം ചെയ്ത പാപത്തിന് പരിഹാരമായി യാഗമർപ്പിക്കുന്നില്ലാതെ പാപം ചെയ്യാതെ ജീവിക്കാൻ അവന് കഴിയുന്നില്ല. അങ്ങനെ അവൻ യാഗം കഴിക്കുമ്പോൾ സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് നോക്കുവാനാണ് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ചത്. വേറെ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആ രക്തം അത് ഏതെങ്കിലും മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ രക്തം ചൊരിഞ്ഞാലും എൻ്റെ പാപം മാഞ്ഞു കിട്ടുന്നില്ല, എനിക്ക് പാപത്തിന് ജയം കിട്ടുന്നില്ല. ഇത് തിരിച്ചറിയേണ്ടവനായിരുന്നു ഇസ്രായേൽ ജനം. അവർ ബുദ്ധിരാക്ഷസന്മാരാണ്. അവർക്ക് ഈ ലോകത്തിൻ്റെ ജ്ഞാനം വളരെയേറെ ഉണ്ട്, പക്ഷേ ആത്മീക ജ്ഞാനം കിട്ടാതെ പോയി. അവർക്ക് ഈ സത്യം തിരിച്ചറിയാതെ പോയി. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ കൃപ എന്താണ്? പാപിയായ മനുഷ്യന് സാധിക്കാതെ വന്നപ്പോൾ അത് സാധിക്കുന്നതിന് വേണ്ടി ദൈവപുത്രൻ തന്നെ ഈ ഭൂമിയിലേക്ക് പൂർണ്ണ മനുഷ്യനായി വന്നു. പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ ശിക്ഷ ഏറ്റെടുത്തു. മനുഷ്യൻ ഏൽക്കേണ്ടതായ ശിക്ഷ ദൈവം ഏറ്റെടുത്തു. എൻ്റെ മരണത്തിന് പകരം കർത്താവ് യേശു ക്രിസ്തു മരിച്ചു. ഇതാണ് ക്രൂശിൽ നടന്നത്. ഞാൻ മരിക്കേണ്ടതിന് പകരം കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. എൻ്റെ മരണം എന്നേക്കുമായി മാറ്റിത്തന്നു. ഈ സത്യം നാം അംഗീകരിക്കുന്നുണ്ടോ? ഈ കൃപ നാം അറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അതെല്ലാം ചെയ്തു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. സ്തോത്രം. എന്താണ് നാം വായിച്ചു കേട്ടത്? കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്, നാം ദൈവപുത്രന്മാരായി തീരേണ്ടതിന്. പാപം ചെയ്ത നാം സാത്താൻ്റെ അടിമകളായിപ്പോയി, പാപത്തിൻ്റെ ദാസന്മാരായി. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു 1 യോഹന്നാൻ 3:8 വായിക്കുന്നുണ്ട്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ്. അങ്ങനെ പിശാചിൻ്റെ മക്കളായി പോയ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ ജഡത്തിൽ കഷ്ടമനുഭവിച്ചു. നമ്മുടെ മരണം മാറ്റുവാനായിട്ട് അവൻ ചെയ്തു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന് കീഴ് പാപികളെന്നറിയപ്പെട്ടിരുന്ന നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ പുത്രനായ ദൈവം തൻ്റെ തിരുരക്തം മറുവിലയായി കൊടുത്തു. സ്തോത്രം. നമ്മളെ ആരാക്കി തീർത്തു. അതുകൊണ്ട് നാം പുത്രത്വം പ്രാപിച്ചിരിക്കുന്നു. പിതാവിൻ്റെ മക്കളായി നാം തീർന്നിരിക്കുന്നു. കാൺമീന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സ്തോത്രം. നാം ദൈവമക്കളെന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പുത്രനായ ദൈവം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് എൻ്റെ മരണം ഒഴിവാക്കി തന്ന് ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ പുത്രനാക്കി തീർത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ കൃപ. സ്വർഗീയ മഹിമാസനം വിട്ട് മാലാഖമാരുടെ സ്തുതികൾ വിട്ട് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും
തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാവമില്ലാത്ത മനുഷ്യൻ വേണം. പാവമില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. അതാണ് പിതാവിൻ്റെ സ്നേഹം, അതാണ് പുത്രൻ്റെ കൃപ. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. പൂർണ്ണ മനുഷ്യനായി അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അവൻ പൂർണ്ണ ദൈവമായിരുന്നു, പൂർണ്ണ മനുഷ്യനായിരുന്നു. എന്നാൽ തൻ്റെ ദൈവത്വം അവൻ ഉപയോഗിച്ചിട്ടില്ല. പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ 33 വയസ്സ് വരെ അവൻ ജീവിച്ചു. സ്തോത്രം. ആ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്കറിയാമോ? ബെത്സയിദയിലെ മരഞ്ചെരുവിൽ കൂടിയ പാവപ്പെട്ട ജനത്തിൻ്റെ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചു, 12 വട്ടം വിശമെടുത്തു. എന്നാൽ തനിക്ക് വിശന്നപ്പോൾ ഒരു ദിവസം രാവിലെ ബേഥാനിയിൽ യെരൂശലേമിലേക്ക് പോകാൻ തെരുവീതിയിലേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് വിശന്നപ്പോൾ തഴച്ചു വളരുന്ന ഒരു കാട്ടത്തിയുടെ ചുവട്ടിൽ പോയി നോക്കി. അതിലൊരു ഫലം കാണുമോ എന്ന് നോക്കി. തൻ്റെ വിശപ്പ് മാറ്റാൻ ദൈവത്വം ഉപയോഗിച്ചില്ല. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു യാതൊന്നും ചെയ്തില്ല, ഫലം കിട്ടിയില്ല. യേശുക്രിസ്തു കഴിക്കാതെ പോയി. സ്തോത്രം. ശമരിയ കിണറ്റിൻകരയിൽ കർത്താവായ യേശുക്രിസ്തു ശമരിയാക്കാരെ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ തരുമോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാ മരുഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ സാത്താനെ പരീക്ഷിക്കാനായിട്ട് വന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൊക്കെ എല്ലാം പറയുന്നുണ്ട്. അവിടെ അവൻ കർത്താവിന് വിശന്നു. സാത്താൻ എന്താ ചോദിക്കുന്നത്? നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോടൊപ്പമായി തരുവാൻ പറയുക. ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ കാണുന്ന കല്ലുകൾ ലോകത്തിലുള്ള മൊത്തം കല്ലുകളിൽ പകുതിയും അവിടെയുണ്ട്, ആ മരുഭൂമിയിലുണ്ട്. അവിടെ മുഴുവൻ കല്ലാണ്. കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രനല്ലേ? ആ കല്ലുകൾ അപ്പമാകാൻ പറഞ്ഞാൽ അപ്പമാകില്ലേ? സ്തോത്രം. കർത്താവ് അപ്പമാക്കിയില്ല. കർത്താവ് വചനം കൊണ്ട് തന്നെ നേരിട്ടു. ഈ ലോകത്തിലെ ആവശ്യങ്ങളുടെ പിന്നാലെ കർത്താവ് തൻ്റെ ദൈവത്വം ഉപയോഗിച്ചിട്ടില്ല. എന്താണ് പറഞ്ഞത്? സാത്താണ്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇത് കർത്താവായ യേശുക്രിസ്തുവിന് കഴിഞ്ഞു എങ്കിൽ ഈ ഭൂമിയിലെ ഓരോ വിശ്വാസിക്കും കഴിയും. ആ വിശ്വാസം തമ്മിലുണ്ടോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. സ്തോത്രം. വാഗ്ദത്ത സന്തതിയായ ഇസ്രായേൽ ജനം അബ്രഹാമിന് ദൈവം വാക്കുകൊടുത്തു, ഇസഹാക്കിന് ദൈവം വാക്കുകൊടുത്തു, ഈ യാക്കോബിന് ദൈവം വാക്കുകൊടുത്തു, ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും വാഗ്ദത്ത ദേശം തരും, വാഗ്ദത്ത കനാൻ തരും. സ്തോത്രം. പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം നിനക്ക് തരും. നീ അധ്വാനിക്കാത്തതായ, നീ നട്ടുണ്ടാക്കാത്തതായ ഫലങ്ങൾ നിനക്ക് തരും. നീ പണിയാത്തതായ വീടുകൾ നിനക്ക് തരും. എല്ലാം കർത്താവിൻ്റെ വാഗ്ദത്തമാകുന്നു. എന്നാൽ ആ വാഗ്ദത്ത ദേശത്ത് ഇസ്രായേൽ ജനം എത്തിയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ ഇസ്രായേലിനെ കുറ്റം പറയുവാനല്ല ഇത് പറയുന്നത്. ഇന്നത്തെ വിശ്വാസി ശാന്തമായി ചിന്തിക്കണം, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്വർഗത്തിൽ ഞാൻ എത്തുമോ? ദൈവത്തിൻ്റെ സ്തോത്രം. ആവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. സെയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്ന് കാദേശ് ബർണയിലേക്ക് 11 ദിവസത്തെ വഴിയുണ്ട്. സ്തോത്രം. ഈ വാഗ്ദത്ത കനാനിൽ എത്താൻ 11 ദിവസത്തെ വഴിയേ ഉള്ളൂ. 11 ദിവസത്തെ വഴി ദൈവത്തിനറിയാം. ആ ജനം വിശ്വാസികളായിരുന്നുവെങ്കിൽ അവർക്ക് ആ വഴി നടക്കാൻ പറ്റുമായിരുന്നു. വാഗ്ദത്ത കനാൻ വരെ എത്തിക്കുമായിരുന്നു. അവർക്ക് എത്തിക്കുവാൻ വേണ്ടത് എല്ലാം ദൈവം കൊടുത്തിരുന്നു. അവർ മിസ്രയീമിൽ നിന്ന് ഫറവോൻ്റെ അടുപ്പത്തു നിന്ന് പുറപ്പെടുമ്പോൾ അവർ പെസഹ കുഞ്ഞാടിനെ അറുത്ത് ഭക്ഷിച്ചതാണ്. അവർ വിശുദ്ധ കുർബാന അനുഭവിച്ചതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവർ ഓരോ ഭവനങ്ങളുടെയും വാരക്കൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആ പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരയോടും കൂടെ കഴിച്ചവരാണവർ. സ്തോത്രം. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തതാണ്. അവർക്ക് പുറപ്പെടുവാൻ വേണ്ട എല്ലാ കൃപയും കൊടുത്തതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവരെ ചെങ്കടൽ കിടത്തുമ്പോൾ ഇപ്പോഴും പറയും, ശാസ്ത്രജ്ഞന്മാർ പറയും, ഇസ്രായേൽ ജനം ചെങ്കടൽ കിടന്നതായ ആ ഭാഗത്ത് ചെങ്കടൽ 2 മൈൽ നീളത്തിൽ താഴെ പഞ്ചസാര മണലാണ് ഭരിച്ചിരിക്കുന്നത്.
ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ ജനത്തിന് വേണ്ടി അവിടെ അവർക്ക് കടന്നു പോകുവാൻ പഞ്ചസാര മണൽ വിരിച്ചിരുന്നു. എന്തൊരത്ഭുതമാണ്! ദൈവം എല്ലാം കരുതിയിരുന്നു. അവർക്ക് വെളിച്ചം കാണേണ്ട അഗ്നിസ്തംഭമായി അവരോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. അവർക്ക് ആ മരുഭൂമിയിൽ വെയിലുള്ളായിരിക്കണതിന് മേഘസ്തംഭമായ ദൈവം ഉണ്ടായിരുന്നു. എല്ലാം ദൈവം കൊടുത്തതാണ്. അവർ അവിശ്വാസികളായിരുന്നുവെങ്കിൽ ഈ 11 ദിവസം കൊണ്ട് അവർക്ക് വാഗ്ദത്ത കനാലിൽ എത്താമായിരുന്നു. എന്നാൽ വിശ്വാസികളല്ലാതെ ദൈവത്തോട് മറുതലിക്കുകയും വെറുക്കുകയും ചെയ്തതുകൊണ്ട് എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങൾക്കാർ ഭക്ഷിക്കാൻ തരും, ഞങ്ങൾക്കാർ കുടിക്കാൻ തരും, ഞങ്ങൾ എന്ത് തിന്നും, ഞങ്ങൾ എന്ത് കുടിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവർ മത്സരികളായിരുന്നു. അവർ ഈ ലോകത്തിലെ ജഡീയ സ്വഭാവത്തിലേക്ക് പോയിരുന്നു. അവർ ഫറവോൻ്റെ അടിമത്തത്തിൽ ആത്മീകം മറന്നുപോയി. അവിടെ നാവിനത് സ്തുതി അറ്റുപോയി. ആരാധനയില്ലാത്ത ജനം, ജഡീകരായി തീർന്ന ജനം ഇന്ന് മുതലല്ലേ കാണുന്നത്. പുറമേ ആചരണങ്ങളുണ്ട്, നമസ്കാരങ്ങളുണ്ട്, കൂടിവരവുകളുണ്ട്, ചടങ്ങുകളുണ്ട്, എല്ലാമുണ്ട്. ആത്മാവില്ല, ദൈവമായുള്ള ബന്ധമില്ല. ഈ ലോകത്തിലേക്ക് നോക്കിയിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയറിയുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹമറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. പിതാവായ ദൈവത്തിൻ്റെ പുത്രത്വം നാം പ്രാപിക്കേണ്ടതിന് തന്നെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി നാം തീരേണ്ടതിന് തന്നെ. അതിന് വേണ്ടതെല്ലാം പിതാവായ ദൈവം ക്രമീകരിച്ചു. പുത്രൻ്റെ കൃപ വ്യാപരിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു: ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിൽ തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഈ ഭൂമിയിൽ വിശപ്പുള്ളവനായി, ദാഹമുള്ളവനായി, ക്ഷീണമുള്ളവനായി, തളർന്നുറങ്ങുന്നവനായി, സാധാരണ മനുഷ്യനെ പോലെ തന്നെ നാം യേശുവിനെ കാണുന്നുണ്ട്. അങ്ങനെ തന്നെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. 33 വർഷം ജീവിച്ചു. പാപം തൊടാതെ ജീവിച്ചു. പരസ്യമായി കർത്താവായ യേശുക്രിസ്തു ചോദിച്ചു: നിങ്ങളുടെ ആര് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തും? ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവത്തോട് കൂടെ ദൈവമക്കളായി ജീവിക്കാൻ പറ്റും, പാപത്തെ തൊടാതെ ജീവിക്കാൻ പറ്റും. പക്ഷേ നാം അത് വിശ്വസിക്കുന്നുണ്ടോ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്താണ് യേശുക്രിസ്തുവിൻ്റെ കൃപ? മനുഷ്യന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു എന്താണ് ചെയ്തത്? നിങ്ങൾ വായിച്ചു കേട്ടു. യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രിയപ്പെട്ടവർ, സ്തോത്രം. ഈ ലോകത്തിലെ ഓരോ ആവശ്യങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തു ആരുടെയും നേരെ കൈ നീട്ടിയില്ല. ഏറ്റവും ദരിദ്രനായവൻ ജീവിച്ചു. അവൻ എന്തിനാണ് ദരിദ്രനായി ഭൂമിയിലേക്ക് വന്നത്? ദരിദ്രരായ നമ്മെ സമ്പന്നനാക്കുവാൻ സമ്പന്നനായവൻ ദരിദ്രനായി തീർന്നു. ഈ മർമ്മം നിങ്ങൾ എത്ര പേർ അറിയുന്നുണ്ട്? ആ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നന്ദി എത്ര പേരുടെ ഹൃദയത്തിലുണ്ട്? ഈ യേശുവിനെ മറന്ന്, ഈ യേശുവിനെ ത്യജിച്ച് ഒരു നിമിഷം നോക്കി ജീവിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവർ? ദൈവത്തിന് സ്തോത്രം. അവൻ ദാസരൂപമെടുത്തു, അവൻ മനുഷ്യ സാദൃശ്യത്തിലായി, അവൻ ദാസരൂപമെടുത്തു. അവൻ എവിടെയാണ് പ്രസവിച്ചത്? വേറൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ പിതാക്കന്മാർ പറയും കല്ലടാവിൽ പ്രസവിച്ചു, വെട്ടുകുഴിയിൽ. വേറെ എങ്ങും പടം കിട്ടിയില്ല. വെട്ടുകുഴിയിൽ പ്രസവിച്ചു. എന്നിട്ട് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ തുണികൾ ചുട്ടി പശുത്തൊട്ടിയിൽ കിടത്തി, പുൽത്തൊട്ടിയിൽ കിടത്തി. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവൻ എന്തിനാണ് ഈ ദരിദ്രനായി തീർന്നത്? എന്താണ് അവൻ്റെ കൃപ? എന്നെ സമ്പന്നനാക്കാൻ അവൻ എനിക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. സ്തോത്രം. അവൻ ദാസരൂപമെടുത്തു. പ്രിയപ്പെട്ടവർ, തിരുവത്താട് രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുവാൻ അരയിൽ തോർത്ത് ചുറ്റി അവൻ അവരുടെ മുമ്പിൽ മുട്ടുകുത്തി.
ഓരോരുത്തരുടെയും കാലുകളെ കഴുകി തുടച്ചു ചുംബിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാസരൂപമെടുത്തു. നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ഇന്നും കലാപങ്ങളും വഴക്കും വിദ്വേഷവും ആണോ? ഇന്ന് കോടതികളും പോലീസ് സ്റ്റേഷനുകളും എന്തിനിങ്ങനെ അധികം ഉണ്ടായി? ദൈവസ്നേഹം നാം അറിയുന്നുണ്ടോ? ദൈവകൃപ നാം അറിയുന്നുണ്ടോ? നിങ്ങളെല്ലാവരോടും കൂടെ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകുമാറാകട്ടെ എന്ന് പറയുന്നവർക്ക് ദൈവകൃപയുണ്ടോ? അങ്ങയോടും കൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്നവർക്ക് ഈ സമാധാനമുണ്ടോ? ആരെങ്കിലും ഇത് അനുഭവിക്കുന്നുണ്ടോ? എന്താണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായ സൗജന്യമായ കൃപ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, കർത്താവിൻ്റെ തിരുമാർവിൽ ചാരിയിരുന്നവൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിയ അപ്പോസ്തലൻ പറയുകയാണ്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ ജഡശരീരം ധരിച്ചവനായ യേശു എങ്ങനെയാണ് ജീവിച്ചത് ഈ ഭൂമിയിൽ? ദൈവത്തിന് സ്തോത്രം. അതാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇനി നമുക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം ദൈവം ക്രമീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ആര് തിരിച്ചറിയുന്നുണ്ട്? ആര് സ്വന്തമാക്കുന്നുണ്ട്? ആര് ഈ കൃപയിലേക്ക് വരുന്നുണ്ട്? ആരും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഞങ്ങളവൻ്റെ തേജസ് കണ്ടു. അവൻ്റെ തേജസ്കരിക്കപ്പെട്ട രൂപം കണ്ടു. മറുരൂപമലയിൽ അവൻ സാക്ഷാലായിരിക്കുന്ന രൂപത്തിൽ ഞങ്ങളവനെ കണ്ടു. പിതാവിൻ്റെ തേജസ് ഞങ്ങൾ അവനിലൂടെ കണ്ടു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എങ്കിൽ ആ ക്രിസ്തുവിൻ്റെ തേജസ് ഇന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. വിശ്വാസികളാണ്. വിശ്വാസികളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ തേജസ് പുത്രനായ ദൈവത്തിലൂടെ നാം ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടവരാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, സൂര്യൻ്റെ പ്രകാശം അത് ഉൾക്കൊണ്ടിട്ട് ആ പ്രകാശം ചന്ദ്രൻ്റെ നിലാവെളിച്ചമായി നമുക്ക് തരുന്നു. ഈ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൽ നിന്ന് ഉൾക്കൊണ്ടതായ തേജസ് ആ ക്രിസ്തുവിൽ നാം ഉൾക്കൊണ്ട് ഈ ലോകത്തിന് ആ തേജസ് കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം ആരെല്ലാം യോഗ്യരായി നിൽക്കുന്നുണ്ട്, ആർക്കെല്ലാം അതിനെല്ലാം ആഗ്രഹമുണ്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു: പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? ഞാനും നിങ്ങളും നിത്യരക്ഷ അനുഭവമാക്കുവാൻ തക്കവണ്ണം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഈ ലോകത്തിലെ കഷ്ടത നമ്മെ തികയ്ക്കുന്നതിനാണ്. പിതാവായ ദൈവത്തിൻ്റെ അതേ സാദൃശ്യമുള്ളവരായി നാം തീരേണ്ടതിനാണ്. പുത്രൻ്റെ അതേ തേജസ് നാം പ്രാപിക്കേണ്ടതിനാണ്. കഷ്ടതയിലൂടെ തേജസ്കരണം, കഷ്ടതയിലൂടെ ശുദ്ധീകരണം എല്ലാം വേദോത്സവത്തിൻ്റെ പ്രമാണമാണ്. ഓരോ ദൈവമക്കൾക്കുമുള്ളതാണ്. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. തന്നെ അനുസരിക്കുന്ന, തന്നെ അനുഗമിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ഏതോ ഒരു വിശ്വാസിക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി കർത്താവായ യേശു ക്രിസ്തു തീർന്നു. ഈ മർമ്മം എത്ര പേർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. സ്തോത്രം. അവന് തുല്യമായി ലോകത്തിൽ മറ്റാരുമില്ല. നമുക്ക് സ്നേഹിപ്പാൻ, നമുക്ക് ആരാധിപ്പാൻ മറ്റാരുമില്ല. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. എന്താണ് അവൻ്റെ മുമ്പിൽ കണ്ടതായ സന്തോഷം? എന്താണ് കർത്താവായ യേശു ക്രിസ്തു കണ്ടതായ സന്തോഷം? ധ്യാനിക്കുന്ന ആത്മാവേ, ദൈവവൈതലേ, നീ നിത്യനരകത്തിൽ പോകാതിരിക്കുവാൻ, നിന്നെ എത്തിക്കുക എന്നുള്ള പരമലക്ഷ്യം. അതാണ് അവൻ്റെ സന്തോഷം. സ്തോത്രം. ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടി അവനിതാ ദാസരൂപമെടുത്തു.
തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തവൻ അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ദൈവം നമ്മെ ഓരോരുത്തരും എപ്രകാരമാണ് സ്നേഹിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമുക്ക് തരുവാൻ കർത്താവായ യേശു എല്ലാം സഹിച്ചു. അവൻ അപമാനം അലക്ഷ്യമാക്കി. അവനെ എങ്ങനെയെല്ലാം അവമാനിച്ചു നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഞാൻ പറയേണ്ട. അവൻ ബേൽസെബൂലാണ്, ഭൂതങ്ങളെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അവൻ ജോസഫിൻ്റെ മകനാണ്, അവൻ മറിയയുടെ മകനാണ്. ഒന്നുകൂടെ ആക്ഷേപിച്ച് പറഞ്ഞതാണ്. സ്തോത്രം. അന്ന് യഹൂദൻ ധരിച്ചിരുന്നത് മുഴുവൻ ജോസഫിൻ്റെ മകനാണ്, എന്നാൽ അവൻ മറിയയുടെ മകനാണെന്ന് പറഞ്ഞാൽ എന്തിനാണ്? അവൻ അപ്പനില്ലാത്തവനാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം. അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം അവമാനിച്ചു, ഏതെല്ലാം വിധത്തിൽ അവമാനിച്ചു. അവൻ്റെ താടിരോമങ്ങൾ വലിച്ചു പറിച്ചു, അവൻ്റെ മുഖത്തോടെ കാർക്ക് ചുപ്പി, അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു, അവനെ ക്രൂശിൽ തൂക്കി, ഏതെല്ലാം തരത്തിൽ ആക്ഷേപിച്ചു. അവൻ അപമാനം അലക്ഷ്യമാക്കി. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? എനിക്കിനെ ആത്മാവേ, എനിക്ക് നിനക്കും വേണ്ടി. ആരെല്ലാം തിരിച്ചറിയുന്നുണ്ട്? കർത്താവിൻ്റെ കൃപയെ ആരെല്ലാം അറിയുന്നുണ്ട്? കർത്താവേ, ഞാൻ ആ കൃപയുടെ തണലിലേക്ക് വരികയാണ്. നിങ്ങളാരെല്ലാം ഇപ്പോൾ വാക്ക് പറയുന്നുണ്ട്? ആരെല്ലാം ക്രിസ്തുവിൻ്റെ ആ ക്രൂശിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്? കർത്താവേ, നിൻ്റെ തിരക്തത്താൽ എന്നെ കഴുകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, മഹാഭാവിയായ ഞാൻ നിൻ്റെ അരികിലേക്ക് വരുന്നു. യേശുവേ, നിൻ്റെ ക്രൂശിൽ ചോദിച്ച തിരക്തം കൊണ്ട് ഇപ്പോൾ എന്നെ കഴുകണമേ. എൻ്റെ സകല പാപങ്ങളെ ക്ഷമിക്കണമേ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു. നിൻ്റെ തിരക്തം എന്നെ കഴുകുവാൻ മതിയായത്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, തിരക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. നിൻ്റെ ആത്മാവിനെ പകരണമേ, ആ സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ സ്വർഗത്തിലെത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.